experience. ഫോൺ അടിക്കാൻ ഹലോ ഹലോ മരണ പറഞ്ഞായിരുന്നോ? ഹലോ ഹലോ ലിലി എഴുതിട്ടാണ് എഴുന്നേറ്റ് നേരം വെളുത്താ ഓ എഴുതിക്കുന്നേ എന്താ ഒരു കാര്യം പറയട്ടെ എഴുന്നേറ്റ് പറ എനിക്ക് നീ ഒരു കാര്യം പറയട്ടെ എന്താ എനിക്കിപ്പോ ഒരു കോള് വന്നായിരുന്നേ ഞാനല്ലേ വിളിച്ചു പറഞ്ഞത് കോള് വരുന്ന ഞാൻ കേട്ടായിരുന്നു എന്തുറ്റി ആരും മരിച്ചെന്ന് മരണം അറിഞ്ഞാന്ന് ചോദിച്ചു ആരാ മരിച്ചത് എന്റെ ഭർത്താവ് അതാ ഞാൻ തിരിച്ചു ഫോണും കട്ടായി പോയി എന്നെ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് പറയുന്നു ഒന്നുകൂടെ വിളിച്ചു നോക്കിയേ ഞാൻ വിളിച്ചടി സ്വിച്ച് ഓഫ് എന്റെ ഭർത്താവേ പപ്പയ്ക്ക് ഇന്നലെ രാത്രി നെഞ്ചുവേദന എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അയ്യോ എനിക്ക് പേടിയാണ് അങ്ങനൊന്നും വരില്ല നീ എന്ത് വേണത് പിന്നെ നമ്മൾ അറിയില്ലേ നെഞ്ചു വരയ്ക്കുന്നുണ്ടെന്ന് അയ്യോ അയ്യോ ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കിയേ ഏട്ടാ ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കിയേ അയ്യോ പേടിയാവണ് ഞാന് ആരെ വിളിക്കാം നമുക്ക് സെബാസ്റ്റ്യൻ വിളിക്കാം എന്റെ കർത്താവേ ടെൻഷനാവും ആവശ്യത്തിനടുത്ത് കിട്ടേയില്ല എന്റെ ഫോണിൽ നിന്ന് വിളിക്കേ കുഴപ്പമില്ല ഞാൻ വിളിച്ചോളാം എൻ്റെ അവിടെ ഇപ്പൊ എടുക്കുമെന്ന് അറിയണോ വലിയനുണ്ട് എടുക്കുന്നില്ല ഹലോ എന്താണ് നല്ലൊരു ചത്തും അല്ല സെബാസ്റ്റ്യൻ അവിടെ ആരെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇവിടെ ചത്ത് വലിയൊരു ആന വെച്ചിട്ട് പോടെ രാത്രി 12 മണിക്ക് ഹലോ ചോദിക്കട്ടെ ആർക്ക് വല്ലതും പറ്റിയാന്ന് വെച്ചിട്ട് പോയടി എന്റെ ശരീരം തളരണം ഇനി അവിടെ ആർക്കും ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്തെങ്കിലും പിന്നെ അവൻ പറയൂലേ അവിടെ ഒരു കുഴപ്പമൊന്നുമില്ല നീ ഒരു കാര്യം നിന്റെ ഫോൺ എടുത്ത ദൈവമേ നീ നമ്പർ അടിച്ച 98 നിന്റെ സേവ്ഡ് ഒന്നുമല്ല ഈ നമ്പർ നമ്മുടെ ആരും അല്ല സ്വിച്ച് ഓഫ് എന്നതാണ് പിന്നെ ആരായിരിക്കും ദൈവമേ ടെൻഷൻ അടിപ്പിക്കാനായിട്ട് വെറുതെ ടെൻഷൻ അടിക്കുന്നത് നമ്മുടെ ആരും അല്ലല്ലോ ആരാണ് സെബാസ്റ്റ്യൻ വിളിക്കുന്നു എന്റെ ദൈവമേ ഹലോ എന്നാടാ വിളിച്ചേ എനിക്ക് കുറച്ചു മുമ്പ് ഒരു കോള് വന്നായിരുന്നേ ഒരു മരണം അറിയിച്ചിട്ടുണ്ടായിരുന്നു മരിച്ചറിഞ്ഞാന്ന് ചോദിച്ചിട്ടാണ് കോള് വന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു അടുത്ത് സംസാരിക്കാൻ ഫോൺ അങ്ങ് ഓഫായി പുള്ളിയുടെ അപ്പൊ ഞാൻ പെട്ടെന്ന് വിചാരിച്ചിനി പപ്പയ്ക്ക് വയ്യായിക വല്ലതും ആയോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഏയ് പപ്പയ്ക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ കുറച്ച് മുന്നേ ചായയും ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് പോയതേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ശരി വിളിക്കാം പപ്പയ്ക്ക് ഒരു കുഴപ്പമില്ല പിന്നെ ആരായിരിക്കും നമുക്ക് ക്ലീറ്റോ ചേട്ടനോടും ചേച്ചിയെടുത്തൊന്ന് പറഞ്ഞാലോ അവൻ അവിടെ ഇല്ലല്ലോ അല്ല അവള് ടെൻഷൻ അടിക്കൂലേ അവരും മരിക്കാൻ ഒരാള് വേണ്ടേ ആര് വെച്ചെന്ന് പറയാൻ നമ്മള് എന്നാലും ഒരു മുൻകരുതല് എന്ത് മേഘ വിസ്ഫോടനം സംഭവിക്കാൻ പോണ നീ കിടന്ന് ഉറങ്ങാൻ നോക്കിയോ എന്റെ ഉറക്കം പോയി കേട്ടാ എന്നാ ഒരു കട്ടായിട്ടുണ്ടോ നേരം വെളുക്കട്ടെ എനിക്കിപ്പോ ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്
അമ്മായിനെ എന്നാ മോനെ പോയി ചോദിച്ചോക്ക്. അവള് രോഗിയുടെ വിവരം അന്വേഷിക്കാൻ പോയിരിക്കല്ലേ. അവളുടെ കുടുംബക്കാരുടെ അസുഖമൊക്കെ മാറിയിട്ട് അപ്പളാച്ചാ വന്നോട്ടെ. എനിക്കിപ്പോ അവള് ഉണ്ടെങ്കിൽ എന്താ ഇല്ലെങ്കിൽ എന്താ. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നെന്താ വെച്ചാ ഇവിടെ നേരത്തിന് ഭക്ഷണം കിട്ടുമല്ലോ എന്ന് എഴുതിട്ടാ ഇവിടെ. അല്ലെങ്കിൽ വീട്ടുകാർക്ക് അറിയാനിട്ടാ. അതുകൊണ്ടല്ലേ അല്ലാതെ ഒറ്റക്കിടക്കാൻ പേടിയൊന്നും ഉണ്ടായിട്ടില്ല. ഓടിയായിരുന്നു. അപ്പൊ കല്യാണത്തിന് മുമ്പ് ഞാൻ ഒറ്റയ്ക്കല്ലേ താമസിച്ചിരുന്നു. ശരിയല്ലോ. പിന്നെ കല്യാണത്തിന് മുമ്പ് ഒറ്റയ്ക്കാ താമസിച്ചിരുന്നു. അതൊക്കെ പഴയ കഥ. എടാ നിനക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാവുന്നെന്ന് പറഞ്ഞോണ്ടല്ലേ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. അതല്ല, വയസ്സുകാലത്ത് എനിക്ക് കുടിക്കാത്തിരി വെള്ളം എന്നെ നോക്കാൻ ഒരു സ്ത്രീ വേണ്ടെന്ന് കരുതിയിട്ട് കല്യാണം കഴിച്ചാ. അപ്പൊ ആ ഭാര്യക്കാണ് വയ്യാതായി പോയെങ്കിൽ അവർക്കാർക്ക് വെള്ളം കൊടുക്കും. അതെന്താന്നറിയടി, ഈ ആണുങ്ങൾക്ക് അങ്ങനെ നോക്കാനൊന്നും പെണ്ണുങ്ങളും കുട്ടികളും ഉണ്ടാവില്ല. പക്ഷെ ഈ പെണ്ണുങ്ങൾക്ക് വയസ്സായി കഴിഞ്ഞാൽ അവരുടെ മക്കളും പേരക്കുട്ടികളും അവരെ പൊന്നു പോലെ നോക്കും. ഇപ്പൊ കണ്ടില്ലേ എന്റെ ചേച്ചീനെ നിങ്ങളെല്ലാവരും എന്റെ കൈവെള്ളയിൽ വെച്ചോണ്ടല്ലേ നടക്കുന്നത്. ഇന്ന് ആര് പറഞ്ഞ് ഞായിട്ട് വായിട്ട് അലയ്ക്കുന്നോണ്ട് എനിക്ക് എന്തെങ്കിലും തരുന്നത്ര എന്നാ കാര്യം. അപ്പൊ വായിട്ട് അലച്ചാലും തരാതുപോലെ കുട്ടികളും പേരക്കുട്ടികളും വേണ്ടേ? അതിപ്പോ റോഡിലോട്ടിറങ്ങി 10 പേരെടുത്ത് എന്റെ സങ്കടം പറഞ്ഞാലും എനിക്ക് എന്തെങ്കിലും കാര്യം. അമ്മൂമ്മ എന്തിനിങ്ങനെയൊക്കെ പറയണേ? അതെന്താന്നറിയാമോ, അമ്മാവന്റെ കൂടെ പിടിച്ചു നിക്കണമല്ലോ. അമ്മാവനെ പോലെ ഞാനും കഷ്ടപ്പെടുവാണെന്ന് അറിയിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സൂത്രം അവൻ കേക്കണ്ട കനകൻ. എനിക്ക് 8 മണിയാകുമ്പോഴേക്കും പോണം. അപ്പോഴേക്കും ചായയും കഴിക്കാൻ എന്തെങ്കിലും ഒന്ന് റെഡിയാക്കി. പഞ്ചസാര മതിയോ? ദോശയാണ്, ദോശയും പഞ്ചസാരയും കൂടി തരാം. സാമ്പാറാവാൻ ഇച്ചിരി സമയം എടുക്കും. നീ ഒരു കാര്യം ചെയ്യ്, പോയി ആ ദോശ സാമ്പാർ കഷ്ണം അരിഞ്ഞു വെക്ക്. ചെല്ലു ഓടി ചെല്ലു. എന്നിട്ട് എന്തിനാ ഇനി അരിഞ്ഞിട്ടും കാര്യമില്ല. സാമ്പാർ റെഡിയായി വരുമ്പോ ഒരു 9 മണിയാവും. അപ്പൊ പിന്നെ 8 മണിക്ക് പോകണ്ടേ, പിന്നെ വേണ്ടല്ലോ. ആണോ? ഇവിടെയുള്ള വേറെ ആർക്കും ഒന്നും കഴിക്കണ്ടേ? ദോശ ഇഡ്ഡലിക്ക് എനിക്ക് കറിയൊന്നും വേണ്ട, പച്ചക്ക് കഴിക്കാം. അല്ല അങ്ങനെയല്ലേ അമ്മ പറയാറ്? ഞാൻ ആ പ്രസ്താവന അങ്ങ് പിൻവലിച്ചു. ആണേ, ഇനി പറയൂലല്ലോ. ഇല്ല. അപ്പൊ സാമ്പാറാവാൻ 9 മണിയാവൂലേ? ലില്ലി എന്തെങ്കിലും കറി വെച്ചിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞൂടെ. രാവിലെ ഞാൻ എഴുന്നേറ്റ് മുഖവും കഴുകി ഇങ്ങോട്ട് വന്ന് നീ ഇവിടെ ഇരിക്കുന്നുണ്ട്. മക്കൾ പോയി ആ സാമ്പാർ എരിഞ്ഞു വയ്ക്കും. അല്ല ചമ്മന്തി ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഇന്ന് ചമ്മന്തി ഇല്ല, തേങ്ങ ഇല്ല. അതെ, പെട്ടെന്ന് ഇത്തിരി മുളക്. അമ്മാവൻ എപ്പോഴാ പോകുന്നത്? ഞാൻ 8 മണിക്ക് പോണം. പിന്നെ ഇപ്പൊ പോവണ്ട, എന്തേ? കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ. ചിലപ്പോ ഒരു സ്ഥലം വരെ പോകേണ്ടി വരും. എവിടെ പോണ്ടി? എവിടേക്ക്? അത് ഒരു മരണത്തിന് പോകേണ്ടി വരും. ആരാ മരിച്ചു? അല്ല ആരാ മരിച്ചതാന്ന് കുറച്ച് കഴിയുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. എന്ത് പറയണേ? എന്താ ഇവളീ പറയണത്? എന്തോടി ഒരു കാര്യം ഇങ്ങനെയാണ് അവതരിപ്പിക്കണത്? എന്താ സംഭവം? എന്താ ഉറക്കത്തുനിന്ന് നീച്ചു വന്നേക്കാണ് പിച്ചുമ്പഴി പറയണത്? കാര്യങ്ങൾ അങ്ങനെയല്ല അവതരിപ്പിക്കേണ്ടത്. എന്താന്ന് പറ. എല്ലാരും കേൾക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. ചിലപ്പോ ഒരു മരണ വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ വേണ്ടപ്പെട്ടവരാണെങ്കിൽ അവിടേക്കൊന്ന് പോകേണ്ടതായിട്ടും വരും. ജാഗ്രത പാലിക്കുക. ഇത് തന്നെയല്ലേ അവളും പറഞ്ഞത്, ആരാ മരിച്ചെന്ന്. ആരാ മരിച്ചെന്ന് അറിയത്തില്ലേ? പിന്നെന്തിനാണ് പറയണത്? എന്തെങ്കിലും നേരം വിളിച്ചപ്പോ കിളി പോയാ? വെളുപ്പിന് ഒരു ഫോൺ വന്നു ഏട്ടന്. മരണം അറിഞ്ഞോന്ന് ചോദിച്ചു. അപ്പത്തേക്ക് ഫോൺ കട്ടായി പോയി. വിളിക്ക്, തിരിച്ചു വിളിക്കുന്ന. വിളിച്ചപ്പോ സ്വിച്ച് ഓഫ്. അയ്യോ, അതിപ്പോ ആരാത്? ദൈവമേ. അപ്പൊ തന്നെ വിളിച്ചു, സെബാസ്റ്റിനെ വിളിച്ചു. സെബാസ്റ്റ്യൻ കുഴപ്പം. ഇവിടെ ടെൻഷൻ അടിച്ചു. എന്നോട് നെഞ്ചുവേദന എന്ന് പറഞ്ഞായിരുന്നു. നീ എന്നോട് പറഞ്ഞല്ലോ. ടെൻഷൻ അടിച്ചു. അല്ല, അപ്പൊ തിരിച്ചു പുള്ളി വിളിച്ചു. സെബാസ്റ്റ്യൻ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. ഇന്നലെ ഞങ്ങൾ കണ്ടതാണ്. പിന്നെ നമ്മുടെ കുടുംബത്തിൽ അമ്മായി പോയേക്കണത് രോഗിനെ കാണാനല്ലേ? അയ്യോ, അവരായിരിക്കും കേട്ടോ. സുഖമില്ലാണ്ടിരിക്കില്ല. പിന്നെ വിളിക്കില്ലേ? അത് ശരിയാ. അല്ല അത് ശരിയാണല്ലോ അല്ലേ? അവിടെ ആരെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം എന്നല്ലേ വിളിക്കും? പിന്നെ അമ്മാവനല്ലേ ആദ്യം വിളിക്കുള്ളൂ. വേണ്ട, വിളിച്ച് ചോദിക്കല്ലേ. വിളിച്ച് വെറുതെ അല്ല അപ്പൊ പിന്നെ ഇവിടെ ആരാ എന്താന്ന് അറിഞ്ഞ അവൾക്ക് ആകെ ടെൻഷൻ. പിന്നെ ഇതെന്താന്ന് ഇങ്ങനെ അറിയാം? ഒന്നാമത്തെ വിളിക്കുമ്പോ അതൊന്ന് ചോദിക്കാൻ പാടില്ലേ നിനക്ക്? എടി നിനക്ക് ചെവിക്കോല കുഴപ്പടി. കട്ട് ചെയ്തപ്പോഴേ ചേച്ചി മരണം അറിഞ്ഞോന്ന് ചോദിക്കുന്നു. ഞാൻ അലോന്ന് വിളിക്കും, പിന്നെ കട്ടാ, പിന്നെ വിളി 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 വിളി. അതെങ്ങനെ അങ്ങനെ ഓഫായി പോണത്? അമ്മ കടക്കലത്ത് ആർക്കെങ്കിലും വല്ല കുഴപ്പമുണ്ടാകും? ഏറ്റവും വയസ്സായത് ചേച്ചിക്കാം. ആ നമ്പർ നിനക്ക് ഒരു പരിചയവും ഇല്ലേ? എനിക്ക് പരിചയമില്ലടി, അതല്ലേ ഇതെന്ത് കൃതി? നമ്പര് ബാക്കി എല്ലാരും ഫോണിലൊന്നും ഇവള് ലില്ലിയുടെ സേവ് ചെയ്തിട്ടില്ല. നമ്മുടെ തറവാട്ട് ഗ്രൂപ്പിലല്ലേ? ഗ്രൂപ്പിലല്ല, മാമന്റെ ഫോൺ എടുത്തേ. ഫോൺ എടുത്തേ. അതില് ആ നമ്പർ ലോക്കിട്ട് വെക്കണം. ഇതൊക്കെ ലോക്ക് ഇടാതിരിക്കുന്നതിനകത്ത്. അപ്പൊ എന്തായാലും ഇന്നിപ്പോ ആരും അങ്ങോട്ടും പോകണ്ട അല്ലേ? സേവ് ചെയ്തിട്ടില്ല. സേവ് നമ്പർ അല്ല. ആ ക്ലീറ്റോനൊന്ന് വിളിച്ചു നോക്കിട്ട് ഇങ്ങനെ അറിയോ? അല്ലോ ആടാ ക്ലീറ്റോന് ആ നമ്പർ ഒന്ന് അയച്ചു കൊടുത്തേടാ. ക്ലീറ്റോന്
ക്ലീറ്റോന്റെ നമ്പർ ഡയൽ ചെയ്തിട്ടുണ്ട്. അതിലുണ്ട്, അതിന്ന് അങ്ങോട്ട് അയച്ചു കൊടുക്ക്. ഇനിയിപ്പോ ഞാൻ ഇതൊക്കെ കൊടുത്താ പോരെ? അയച്ചു കൊടുക്ക്. അത് അപ്പൊ തൊട്ട് തന്നെ ഒരു ടെൻഷനാന്നേ. ആരാന്നൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് സമാധാനമായിരുന്നു. എന്നാലേ പണിയൊക്കെ അങ്ങ് കഴിച്ചു വെക്കാം. അമ്മ ഇട്ടുകൊണ്ട് പോകാനൊരു ചുരിദാർ തേച്ച് വെച്ചിട്ടില്ല. ഡ്രസ് എന്നാ എന്റെ സാരിയും കൂടി തരട്ടെ. അതും കൂടി എടുത്തോണ്ട് വാവള്ളി കൊടുത്തു വിട്. അത് സാമ്പാറുണ്ടായിക്കോ, ഇത് ദോശയിലും തിന്നാൻ ആ നേരത്തിന്. അതാ അതെ. അവസാനിക്കല്ലോ, വീട്ടുജോലിയൊക്കെ ചെയ്യുന്നു. ഓ ഞാൻ ചെയ്യാം. റൊണാൾഡോ എഴുന്നേറ്റാ? എഴുന്നേറ്റ് അയ്യോ വിശക്കുന്നു. ആ ചായ തരാം. ദേ പിന്നെ നിനക്ക് ഇന്ന് വർക്ക്ഷോപ്പിൽ വല്ലതും പോണോ? പോണം. നിർബന്ധം ഇല്ലെങ്കിൽ ഇന്ന് പോണ്ട. എന്ത്? ഇന്ന് ചിലപ്പോ വേറൊരു സ്ഥലത്ത് പോകേണ്ടി വരും. അതൊന്നും തീരുമാനമായിട്ടില്ല. ഒരു നമ്പർ അടിക്കണേ. ഓ സേവ്ഡിലുണ്ടോ ഒന്ന് കോണ്ടാക്ട്സില്. ടൂറുമല്ല മോനോ, തീരുമാനമായിരുന്നു. ടൂറല്ല ഒരു കാര്യം. വിശന്നിരുന്നു ഞാൻ പ്രഭാത പൂരിതം. എഴുന്നേറ്റ് വന്നിരിക്കണേ ഉള്ളു. എന്തോ ദേ എന്തായി? ചോറ് വെക്കണ കാര്യം വല്ലതും തീരുമാനമായോ? ചോറ് വെക്കാമല്ല, അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ശരി. ഇപ്പൊ നമ്മൾ അത്രക്ക് അടുപ്പമുള്ള ആളായിരുന്നെങ്കിൽ നമ്മളിപ്പോ വിവരം അറിയേണ്ട സമയം കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ എനിക്ക് തോന്നണേ നമ്മുടെ ആരെങ്കിലും ആണെങ്കിൽ തന്നെ നമ്മള് പെണ്ണുങ്ങൾക്ക് പോകേണ്ടി വരില്ലായിരിക്കും. പെണ്ണുങ്ങൾക്ക് അത്ര അടുപ്പമുള്ള ആളൊന്നും ആയിരിക്കത്തില്ല. എന്താ സംഭവം? പറയാം. ആ നമ്പർ അടിച്ചേ. ഏത് നമ്പര്? ഞാൻ പറയണ നമ്പർ നീ ആ കോണ്ടാക്ട് നമ്പർ ഒന്ന് അടിച്ച് ആ ഫോണിനകത്ത് അടിച്ചാ പോരെ? ഉണ്ടോ നോക്കിയത്. ഈ ഫോണിൽ ഇല്ലാതല്ലേ പറയണേ? 80. ഈ പെണ്ണ് ഇങ്ങനെയൊക്കെയാ ഫോൺ. എന്റെ നല്ലൊരു ഫോൺ ദേ നിലത്തിട്ട് പൊട്ടിച്ച്. അമ്മ പൊട്ടിച്ചതൊക്കെ 80 62. ദേ ഇതിനകത്ത് ഇവൻ എന്താ എഴുതിയിട്ടുണ്ട്? ആരാടാ അത്? അത് KL 16 B 24 45. ആ അതാരാ അത്? അത് ഈ വർക്ക്ഷോപ്പിൽ വണ്ടി പണിക്കാൻ കൊണ്ടുവരുന്ന പറയാ. ഓ എന്റെ ദൈവം, വണ്ടിയുടെ പേരാണോ ഒരാളുടെ നമ്പറിന് സേവ് അത് ചെയ്യേണ്ടത്? ആരാന്നറിയോ അച്ഛന്? ഞാൻ സാധാരണ വണ്ടി പണിക്കാൻ കൊണ്ടുവരുമ്പോ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ട വണ്ടി നമ്പറെ സേവ് ചെയ്തെടുത്തുള്ളൂ. അച്ഛാ ആ വണ്ടി ഓർത്തെ, അപ്പൊ അയാള് ഓർമ്മ വരും. ആളെ കിട്ടി, ആളെ കിട്ടി, ആളെ കിട്ടി. ആരാ മരിച്ചു? മരിച്ചാളല്ല, രാവിലെ അവർ വിളിച്ചില്ലേ ഏട്ടന്റെ ഫോണില്, അയാളുടെ നമ്പർ റൊണാൾഡോ അച്ഛൻ സേവ് ചെയ്തിട്ടുണ്ട്. അയാളാരാന്ന് പറ, അപ്പൊ അറിയാലോ അവരുടെ വീട്ടിൽ ആരാ മരിച്ചത്. അതിന് ഈ പോത്ത് കിഴങ്ങൻ. KL 16 B 24 45. അത് ഈ വണ്ടി നമ്പർ എന്തിനാ? വർക്ക്ഷോപ്പിൽ പണിയാൻ കൊണ്ടുവരുന്ന വണ്ടിയാ. ഞാൻ വണ്ടി നമ്പറെ സേവ് ചെയ്തെടുത്തുള്ളൂ. ശരി, അവരുടെ ഓണർ ആരാ അത് പറ. ഓണർ അറിയത്തില്ലെന്ന്. ഞാൻ വണ്ടി നമ്പർ ഇനി വണ്ടി കൊണ്ട് അയാൾ വരുമ്പോ അറിയാം. വണ്ടി ഞാൻ പണിഞ്ഞ വണ്ടി അതെനിക്കറിയാം. കുഴപ്പമില്ല, ആർടി ഓഫീസിൽ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, ഞാൻ അവനെ വിളിച്ചോക്കാം. അല്ലല്ല മറ്റേ പ്ലേ സ്റ്റോറിലെ ഈ മറ്റേ പരിവാഹനം എന്നൊക്കെ പറഞ്ഞ ആപ്പുകളുണ്ട്. അതിനകത്ത് ഇതടിച്ച പേര് കിട്ടും. പിന്നെ അത് ചെയ്യല്ല അറിയാമെങ്കിൽ പിന്നെ മിണ്ടാതിരിക്കണേ എന്ത് ചെയ്യും? പേരിന്റെ ഫുള്ളൊന്നും വരത്തില്ല, അക്ഷരങ്ങളും ഡോട്ടൊക്കെ വരത്തുള്ളൂ. ഞാൻ ഒന്ന് വിളിച്ചോക്കാം, അത് നല്ലത്. അതാ നല്ലത്. അതോട്ടെ. ആ സുരേഷേ, സമാധാനം. അതെ ഞാനേ ഒരു സംശയം ചോദിക്കാനാ. ഒരു വണ്ടി നമ്പർ പറഞ്ഞു തന്നാലേ അതിന്റെ ആർസി ഓണറുടെ പേരൊന്ന് പറഞ്ഞു തരുമോ? ആ അല്ല ഇപ്പൊ അറിയില്ലേ? അതെ, പറയാൻ പറ, ആവശ്യമാണെന്ന് പറ. അല്ലാണ്ട് അറിയാൻ പറ്റില്ല. അത്യാവശ്യം വന്ന് പറ. ഒരു അത്യാവശ്യമായോണ്ട് ശരി, ഞാൻ വിളിക്കാം. എന്ത് പറഞ്ഞു? 10 മണിക്ക് ഓഫീസ് തുറന്നിട്ട്. എന്റെ ദൈവമേ, ഇനി 10 മണി വരെ നോക്കി നിക്കണോ? അതാ കുത്തി തുറക്കാൻ പറ്റില്ലല്ലോ. ഓഫീസല്ലേ, അവർക്കൊരു സമയമില്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ചോറ് വെക്കാം, നീ കറി എന്തെങ്കിലും ആക്ക, എന്തായാലും പോണ്ടി വരും. അല്ല ഞാൻ ഇപ്പൊ ഒരുപാട് പേരെ വിളിച്ചു നോക്കി, അപ്പൊ അവിടെ ഒന്നും ഇങ്ങനെ മരണമൊന്നും അറിഞ്ഞിട്ടില്ല. ഇത് ആരാന്ന് അറിയാണ്ട്. അല്ല ഞാന് പണി വരട്ടെ, ഞാൻ ചോറ് വെക്കാം. ചേച്ചി എന്തെങ്കിലും ചെയ് കേട്ടാ. ഇത് ചീത്തയായി. ഇത് ആര് മരിച്ച ആരാ, എന്ത് സംഭവം? പറഞ്ഞു തരാം. എന്താണ്? ഹാഫിസ് ജാസ്മിൻ വില്ല ശ്രീകാര്യം. എന്റെ പരിചയത്തിൽ അങ്ങനെ ഒരാള് ഇല്ലമ്മ. ഇല്ലേ? നീ അങ്ങനെ ഒരു പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഇല്ല. എന്തായാലും നമ്മുടെ ബന്ധുക്കാരല്ല. അല്ല അങ്ങനെ പറയാൻ പറ്റൂല ചേച്ചി. ഈ ഹാഫിസിന്റെ ഫ്രണ്ട്സ് ഇല്ലേ, ചിലപ്പോ നമ്മുടെ ബന്ധുക്കളാവാലോ, അങ്ങനെ വരാമല്ലോ. അല്ല റൊണാൾഡോങ്കിളല്ലേ ആ ബൈക്ക് പണി ചെയ്തത്? അപ്പൊ ഇതുപോലെ പേര് വല്ലതും കേട്ടോ, ഹാഫിസ് എന്ന് വല്ലതും പറഞ്ഞ? ഞങ്ങളുടെ വണ്ടി ഒന്നും വിളിച്ചിട്ടില്ല. ഇതിപ്പോ ആളാരാന്ന് അറിയണം, അത്രയല്ലേ ഉള്ളൂ. അല്ല ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ആ നമ്പറിലൊന്ന് വിളിച്ചു നോക്കിയാ പോരെ? എന്തെങ്കിലും എടുത്തോണ്ട് തലക്കെട്ടടിച്ചേ. സ്വിച്ച് ഓഫ് ആ റൊണാൾഡോങ്കിളെ ഫോൺ വന്ന നിമിഷം പോലെ സ്വിച്ച് ഓഫ് ആണ്. വെളുപ്പാങ്കാലം തൊട്ടേ വിളിച്ചോണ്ടിരിക്കുക. കഴുത. അല്ല പിന്നെ
കുടുംബത്തിലാരും അല്ല എന്തായാലും നമ്മുടെ ആരുമല്ല നമുക്ക് ഉറപ്പായി അല്ലേ അമ്മ? ആരായിരിക്കും? ലീവ് എടുത്തു അതിപ്പോ സാരമില്ല. നമുക്ക് ചുമ്മാ ഒന്ന് ശംഖവും വരെ പോയാലോ? എന്തോരം ടെൻഷൻ അടിച്ചതാ. പിന്നെ അറിഞ്ഞ പോലെ ടെൻഷനായിരുന്നു. പുറത്തുനിന്ന് ഫുഡും കഴിച്ചു. അതെ. അന്ന് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ? പിന്നെ എടിയാവട്ടെ കടൽക്കാറ്റൊക്കെ ഏറ്റ് കപ്പലിന്റെയും കഴിച്ച് ഒന്ന് കറങ്ങി അടിച്ചാ ചുരിദാർന്ന് തേക്കട്ടെ. എടി, എന്നാ ഞാൻ എന്റെ സാരി എടുത്തിട്ട് വരാടി. വാ വാ കൊണ്ടുവാ. ഞാനും വരണോ? പിന്നെ അമ്മ പറഞ്ഞു മച്ചമ്പി ഇപ്പൊ നമ്മളെല്ലാം വീടടച്ചിട്ട് ഞങ്ങൾക്ക് പോയല്ലേ, നീ മരിച്ച് നമ്മുടെ ബന്ധു ആരും ചാക്കല പറയാൻ വന്നാലോ? ആ അത് ശരി. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ എന്തായാലും പോകുന്നുണ്ട്, നീ ഇവിടെ നിക്കണേ നിന്നോ. ഇല്ല ഞാൻ കൊണ്ട് തേക്കണം. അല്ല നില്ല് ഡേ എടുത്ത് ഞാൻ ഇറങ്ങി പോയി. വാ അമ്മ കഴിച്ചിട്ടിറങ്ങാം. റെഡി ആയിക്കോളെ എല്ലാവരും. ഓ നിർബന്ധമാണെങ്കിൽ ഞാനും വരാം. പിന്നെ അല്ല ഒരു ലീവ് ഇട്ടിട്ട് വെറുതെ ശരി. വാ, വാ. വാടാ. ഇല്ലേ ഞാനുണ്ട്. ഇതെന്തിനു പിന്നെ കഴിക്കണ്ടായിരുന്നല്ലേ ഏട്ടൻ? മതി, അല്പം മതി. ഇനി വൈകുന്നേരമൊക്കെ സ്ഥിരമുള്ള പരിപാടിയാ. ഒരു പേരിനൊരു പപ്പടം ഒന്നും ഇല്ലേ മക്കള്? ഇല്ലമ്മ. ഇത്രയും ഉണ്ടാക്കില്ല അമ്മ ഇത്ര പെട്ടെന്ന്. മതി. നീ ഇവിടെ കയറി അപ്പൊ പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമല്ലോ. നീരല്ല തേങ്ങ. ഇതെന്താന്ന് കനക നിങ്ങള് ഭക്ഷണം കഴിക്കുക. പിന്നെ അപ്പൊ കഴിക്കണ്ടേ? നിജല്ലേ പറഞ്ഞ് പുറത്തുനിന്ന് കഴിക്കണേന്ന്? അത് വൈകിട്ട് നീ എന്തെങ്കിലും കഴിച്ചാ? ഇല്ല, നേരിക്ക് പ്ലേറ്റ് അവിടെ തങ്കത്തിന്റെ അടുത്ത് കഴിക്കാം. ഞാൻ അവിടെ ഇല്ലായിരുന്നു. അവിടുന്ന് എല്ലാവരും കൂടെ കഴിക്കുമ്പോഴത്തേക്ക് ഇനി അവിടെ പോണോ എന്തെന്ന്? അല്ല അവിടുന്ന് കഴിച്ചാൽ ഇവിടുന്ന് കഴിച്ചാൽ ഇവിടെ ഞാൻ ചോറ് വെച്ച് ചേച്ചി കറി വെച്ച് കഴിച്ചോ. ഇരി അമ്മ. ഇരിക്ക്. കഴിക്കാം. എത്ര മണിക്കാ പോണപ്പോ? 3 മണിയാകുമ്പോ ഒരു ഇനോവ ഇങ്ങോട്ട് വരും. ഞാൻ എടുത്തു കൊടുക്കാം. ഇനോവയൊക്കെ വേണോടെ, കാശ് എത്രയാ പോയിന്? അമ്മ അമ്മാവാ പൈസ ഒന്നും കൊടുക്കണ്ട. പൈസ കൊടുക്കണം. ആ ചില സൗഹൃദങ്ങൾ അങ്ങനെയല്ലേ. ഒരു ആയുഷ് ഒരു വണ്ടി എടുത്ത് പാച്ചന്റെ ആയുഷ് ഒരു വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ എപ്പോഴും വേണോ ആവശ്യമുണ്ട് ചോദിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു 1000 രൂപയുടെ പെട്രോൾ അടിക്കുക, ഡീസൽ അടിക്കുക, ഡ്രൈവർക്ക് ഒരു 500 രൂപ കൊടുക്കുക. മതി. എവിടെ ഉണ്ടാക്കണം. അപ്പൊ 3 മണിക്കില്ലേ? എന്തായാലും വെളുപ്പിന് അങ്ങനെ ഒരു കോള് വന്നാൽ നന്നായി. ഒഴിച്ചുവിട്ടാൻ ഇങ്ങോട്ട് എടുത്ത് കൊടു. അല്ലെ ലീവ് എടുക്കാനും പോകാനും ഒക്കെ പറ്റിയല്ലോ. അതെ, അവളവിടെ കാത്തിരിക്കണം. അവളോട് ഞാൻ ഇവിടുന്ന് കഴിച്ചു എന്ന് പറഞ്ഞോട്ടോ. അത് മനസ്സിലായിക്കോളും, അതൊക്കെ മനസ്സിലാവും. ഇതേ ഫോൺ അടിക്കണ കേട്ടാ. ഇതേ ആ നമ്പറാണല്ലോ. ഹലോ, അതെ ബാബു വരുന്നോ? ഇപ്പൊ എനിക്ക് അങ്ങനെ അറിയാം. ആറ്റിങ്ങൽ വിട്ടായിരുന്നോ? ആറ്റിങ്ങൽ സ്റ്റേഷൻ. ഓ ശ്രീഹർത്തിക്ക് വന്നോ? സുരേന്ദ്രൻ സാറ്. ഓ ആ ശരി. അപ്പൊ ഞാൻ വരാം 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 വരാം. ശരി ശരി ഓക്കെ. ആരാ മനുഷ്യൻ? ആരെ? ഇപ്പൊ വിളിച്ചത് നേരത്തെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ബാബു എന്നൊരു പോലീസുകാരനാണ്. ഇപ്പൊ ശ്രീഹർത്തിക്ക് മാറി. എന്റെ നമ്പർ അങ്ങോട്ട് മാറിപ്പോയെന്ന്. 2 ഫോൺ ഇവിടെ നിന്ന് പുതിയ നമ്പർ എടുത്ത് ആ നമ്പറിൽ നിന്ന് വിളിച്ചത്. പഴയ നമ്പറല്ലേ എൻ്റെ ഉള്ളൂ. സംഭവം സുരേന്ദ്രൻ സാർ എന്നൊരു സാറുണ്ടായിരുന്നു. പുള്ളി ഇപ്പൊ 4 കൊല്ലത്തിന് മുമ്പ് റിട്ടയർഡായി പോയ ആളാണ്. നമ്മുടെ CA ആയിരുന്നു സാർ. അല്ല സാറല്ല, സാറിന്റെ വൈഫിന്റെ അമ്മയുടെ അമ്മ, 103 വയസ്സുള്ള ഒരമ്മ. സാറിന്റെ വൈഫിന്റെ അമ്മ? സംഭവം വെച്ചാൽ ഇപ്പൊ ഈ സാറിന്റെ വൈഫിന്റെ അനിയത്തി ഷാർജയിൽ നിന്ന് നാളെ വരുള്ളൂ. അപ്പൊ നാളെ ചടങ്ങുകളൊക്കെ ഉള്ളൂ. ഓ അത് രക്ഷപ്പെട്ടു ദൈവമേ. അപ്പൊ എനിക്ക് നാളെ പോയാൽ മതി. ഇവന് ഈ ഫോൺ എന്ത് ചെയ്യുന്നറിയാമോ? സംഭവിച്ചു വെച്ചാൽ ഈ ഫോൺ വിളിച്ചു. എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ആദ്യം സാറും സുരേന്ദ്രൻ സാർ വിളിച്ച് അവൻ്റെ അടുത്ത് കാര്യം പറഞ്ഞുകൊണ്ട് അവ എല്ലാവരും എടുത്ത് കറക്കി വിളിച്ചുകൊണ്ടിരുന്നു. എന്നെ വിളിക്കുമ്പോഴത്തേക്ക് ഫോൺ അങ്ങനെ. പിന്നെ നമുക്ക് പോയിട്ട് നാളെ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. കുടുംബക്കാരൊന്നല്ലല്ലോ, നീ പോയാലും മതിയല്ലോ. അപ്പൊ നമുക്ക് പോവാ. ഇപ്പൊ നോക്ക്, ഒരു സമാധാനായി. മറ്റേത് ആ ഒരു ടെൻഷൻ അടിച്ചിട്ട് അപ്പനെ ഉണച്ചിട്ട് പോവാൻ നോക്കാം. ആ കനക ഇനോവ വന്നു. എല്ലാരും കറക്റ്റ് ടൈമിന് എത്തിട്ടാ. കനകന്റെ കൂട്ടുകാരന്റെ വണ്ടിയാ. അയ്യോ എല്ലാരും കേറ് കേറ്. കൂട്ടിട്ടിറങ്ങ്. മുത്തേ ഈറ്റ വിളിക്കുന്നു. പറ പോവാന്ന് പറ, ഫോട്ടോ ഇട്ട് കൊടുക്കാന്ന് പറ. ഞങ്ങൾ ഇറങ്ങി.
അച്ചാച്ച ഫ്രണ്ട് ഇരിക്ക. ആര്? എന്റെ ദൈവമേ. പൂട്ട് ഇല്ല, ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. കഷ്ടമുണ്ട് ക്ലീറ്റോ. അത് കുഴപ്പമില്ല, ക്ലീറ്റോ വരണ്ട, അങ്ങോട്ട് വരാൻ പറ, അങ്ങോട്ട് കടപ്പുറത്തേക്ക് വരാൻ പറ. അതല്ല, ഈ അപ്പുകുട്ട സാറിനെ കൊണ്ട് ഭയങ്കര തലവേദനയാണ് എനിക്ക്. കാര്യം പറയാ. അങ്ങോരുടെ വല്ലിച്ച മരിച്ചു പോയിന്ന്. അയ്യോ, അപ്പൊ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ വൈകുന്നേരം. എപ്പോഴാണ് മരിപ്പെടുക്കുന്നത്? ഇന്ന് വൈകുന്നേരം 6 മണിക്ക് എടുക്കുന്നു. ഞാൻ പോണില്ല. അത് പറ്റത്തില്ല, അവൻ വിളിച്ചാലേ നീ അങ്ങോട്ട് ചെല്ല്. അമ്മ ഒന്ന് പോയിക്കേമേ, 100 വയസ്സുള്ള ആളെ നമ്മള് പോയി എന്ത് കാണാനാ? അങ്ങനെ അല്ലടി, അമ്മ പറഞ്ഞാൽ ശരി. ഈ 30 വയസ്സായാലും 100 വയസ്സായാലും മരിക്കുമ്പോൾ നഷ്ടം ഒരുപോലെ അടി. ഒരാൾ മരിക്കുമ്പോൾ അയാൾക്ക് നഷ്ടപ്പെടുന്നത് ബന്ധുക്കളും ഉറ്റവരും ഉടയവരും വീടും എല്ലാം നഷ്ടപ്പെടുകയല്ലേ. അതിന് 100 30 ഉണ്ടോ? ഒരേപോലെയാണ്. പിന്നെ പ്രായം മരിക്കുമ്പോൾ കരയാൻ ആളുണ്ടാവൂല. അല്ല, നമുക്ക് കേറി കണ്ടിട്ട് അങ്ങ് പോയാലോ? അതല്ലടി, ക്ലീറ്റോ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളല്ലേ അപ്പുക്കുട്ട സാർ. അപ്പുക്കുട്ട സാറിന്റെ ഒരു ഉറ്റ ബന്ധുവിന്റെ ഒരു ആവശ്യത്തിന് അവള് പോണം, നമ്മളെല്ലാരും പോണം. അതാണ് മര്യാദ. എന്നാലും നമ്മളൊരു സന്തോഷത്തിന് പാനായിട്ട് നിൽക്കുമ്പോ അവൻ അത്രയും ഇതുകൊണ്ടല്ലേ അവന് വരാൻ പറ്റാത്തോണ്ട് നമ്മളോട് പോവാൻ പറഞ്ഞു. അപ്പൊ പോണ്ടേ? മക്കള് വിഷമിക്കണ്ടെന്നേ. ഈ ബോഡി നമുക്ക് ഇന്നേ കാണാൻ പറ്റുള്ളൂ. ശംഖുമോ നാളെയും കാണാം നമുക്ക്. എന്തായാലും ഒരു മരണ വീട്ടിൽ പോകാനുള്ള യോഗ ഉണ്ടേ. അമ്മ ഫ്രണ്ട് ഇരുന്നോ.